തുലാക്കൂർ നമ്മൾ ഇവിടെ പറയുന്നത് 2025 ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. 2025 ജൂലൈ തുലാക്കൂറുകാർക്ക് അങ്ങനെയാണ്. തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗവും ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും. തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ അധിപൻ വ്യാഴമാണ്. ഈ സമയം നിങ്ങളുടെ ഗുണഫലങ്ങൾ വ്യാഴത്തിൻ്റെ കൃപയാൽ അധികരിച്ച് നിൽക്കുന്നതാണ്. വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളും വിദേശത്ത് തൊഴിൽ നേടി പോകുന്നവർക്കും അനുകൂല സമയമാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ആരോഗ്യം മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല ആരോഗ്യവും എല്ലാം ഉള്ള ഒരു സമയമാണ്. അസുഖങ്ങൾ വരാതെ നോക്കണം. പതിവ് പോലെ ക്ഷേത്ര ദർശനങ്ങൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മാതാപിതാക്കൾക്ക് അവരുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മൾക്ക് എപ്പോഴും, പ്രത്യേകിച്ച് ഇന്ന് ആളുകാർക്ക് ആവശ്യമാണ്. അവരെ വേണ്ടതുപോലെ പരിഗണിക്കുക. അവർക്ക് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് വളരെയധികം ഗുണങ്ങളുണ്ടാക്കുന്നതാണ്. പൊതുവെ നല്ല ഫലമാണ്. ഇനി വൃശ്ചികക്കൂറുകാർ 2025 ജൂലൈ വൃശ്ചികക്കൂറുകാർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട, ഇതാണ് വൃശ്ചികക്കൂറിൽ 3 ആൾ. വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ചൊവ്വ രാശാധിപനായി വരുന്നത് അതിൻ്റെ ഫലമായി ഇവർക്ക് എപ്പോഴും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏത് കാര്യത്തിലും ധൈര്യത്തോടെ തീരുമാനം എടുക്കുന്നതിനും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും സന്തോഷവും വിജയവും കണ്ടെത്താൻ സാധിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങളിൽ പലപ്പോഴും തടസ്സം നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അനുകൂല സമയമാണ്. ഈ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലത് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി, അടുത്ത ഹനുമാൻ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഹനുമാൻ സ്വാമിക്ക് എന്തെങ്കിലും കാണിക്ക സമർപ്പിക്കുകയോ എന്തെങ്കിലും നേർച്ച ചെയ്യുന്നതോ വളരെ ഗുണമാണ്. ഹനുമാൻ സ്വാമി കഴിഞ്ഞാൽ പിന്നെ മുരുകൻ സ്വാമിക്ക്, മുരുകൻ ഇവർക്ക് നേർച്ച കൊടുക്കുകയോ ഇവരെ കയ്യിലെടുത്താൽ ഒരുവിധ ദോഷങ്ങൾ നമ്മൾക്ക് അകറ്റി നിർത്തുവാൻ സാധിക്കുന്നതാണ്. പൊതുവേ നല്ല സമയമാണ്, നല്ല അനുകൂല സമയമാണ്. ഈ അനുകൂല സമയം പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നതാണ്. നന്ദി, നമസ്കാരം.